എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഒരു മുട്ടക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഒരു പരീക്ഷണം നടത്തിയതായിരുന്നു, അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പം ഈ റെസിപ്പി നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഞാൻ 4 മുട്ട പുഴുങ്ങിയെടുത്ത് ചൂടുവെള്ളമൊക്കെ കളഞ്ഞ് തണുത്ത വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് തണുക്കാനായിട്ട്. ഇതങ്ങ് തണുത്ത് വരുമ്പോഴേക്ക് നമുക്കിതിനാവശ്യമായിട്ടുള്ള മസാലയൊക്കെ അങ്ങ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ സ്റ്റൗവിൽ വെച്ച് ചൂടായി കഴിഞ്ഞപ്പം കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ നല്ല പോലെ ചൂടായി കഴിഞ്ഞപ്പം 2 ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്ത് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് ഇത് വഴന്ന് കിട്ടാനായിട്ട് 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്തിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. തീ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് മൂടി വെച്ചിട്ടാണെങ്കിലും വഴറ്റിയെടുക്കാവുന്നതാണ്. ഇത് വഴന്ന് കിട്ടുമ്പോഴേക്കും നമുക്ക് അടുത്ത മസാല റെഡിയാക്കി എടുക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളിയും 2 പച്ചമുളക്, 1/4 ഇഞ്ച് നീളത്തിൽ വരുന്ന ഒരു കഷ്ണം ഇഞ്ചി, 4-5 അല്ലി വെളുത്തുള്ളി, 3 തണ്ട് കറിവേപ്പില, ഒരു ഇത്തിരി മല്ലിയിലയും പുതിനയിലയും ഒരു 1/2 കൈപ്പിടിയോളം മതിയാകും കേട്ടോ. ഇതിലേക്ക് ഒരു ഇത്തിരി വെള്ളം കൂടി ചേർത്തിട്ട് നല്ല പേസ്റ്റായിട്ട് അങ്ങ് അരച്ചെടുക്കണം. ഈ അരപ്പൊക്കെ റെഡിയായി വന്നപ്പോഴേക്കും നമ്മുടെ സവോള ഇവിടെ നല്ലപോലെ വഴന്ന കളറൊക്കെ മാറി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ അരപ്പങ്ങ് ചേർത്ത് കൊടുത്തിട്ട് ഈ മിക്സിയുടെ ജാറിലുള്ളതൊക്കെ അങ്ങ് കൈവച്ചിട്ട് നല്ല പോലെ അങ്ങ് വടിച്ചിട്ട് കൊടുക്കുക. ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഉണ്ടല്ലോ, ഞാൻ മൂടി വെക്കുകയാണ്. ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് നല്ലപോലെ തിളച്ച് കിട്ടണം. ഈ സമയത്ത് ഞാൻ നമ്മുടെ തണുക്കാനായിട്ട് മാറ്റി വെച്ചിരുന്ന മുട്ടയുണ്ടല്ലോ, അതും ഒന്ന് പൊളിച്ചെടുക്കുകയാണ് കേട്ടോ. മുട്ട പൊളിച്ച് വന്നപ്പോഴേക്കും നമ്മുടെ അരപ്പൊക്കെ ഇവിടെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. തിളച്ച് ഒന്ന് കുറുകിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിതിനാവശ്യമായിട്ടുള്ള ബാക്കി മസാലപ്പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനിയിപ്പം പച്ചമുളകും കുരുമുളക് പൊടിയൊക്കെ നമ്മളുടെ എരിവിനാവശ്യത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഈ ചാറിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ മിക്സിയുടെ ജാറിലേക്ക് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കുലുക്കിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഇതൊന്ന് നല്ലപോലെ ഈ പാത്രത്തിൻ്റെ സൈഡിൽ കൂടെയൊക്കെ മസാലയൊക്കെ ഇട്ട് പിടിച്ചിട്ടുണ്ടല്ലോ, അതൊക്കെ ഒന്ന് ഇളക്കി ഇട്ട് കൊടുത്തിട്ട് തീ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് മൂടി വെക്കുകയാണ് തിളയ്ക്കാനായിട്ട്. ഇത് തിളച്ച് വരണ നേരത്തെ നമ്മൾ പൊളിച്ച് വെച്ചിരിക്കുന്ന മുട്ടയൊന്ന് നടുവേ മുറിച്ചെടുക്കുക. ഈ സമയത്ത് നമ്മുടെ സ്റ്റൗവിലിരിക്കുന്നത് ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉപ്പൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞപ്പം ഉപ്പ് കുറവായിരുന്നു. അതുകൊണ്ട് ഒരു 1/2 ടീസ്പൂണും കൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് മൂടി വെക്കുകയാണ്. ഇത് ഒരു ഇച്ചിരി ഈ ചാറൊന്ന് കുറുകി വരാനായിട്ട് എനിക്ക് ഇത്രയും ലൂസായിട്ടുള്ള ചാറ് വേണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ആവശ്യത്തിന് ഈ ചാറ് കുറുകി വന്നു കഴിഞ്ഞപ്പം ഞാൻ മുറിച്ച് വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കുകയാണ്. സത്യത്തിലുണ്ടല്ലോ, ഈ മുട്ടയുണ്ടല്ലോ അങ്ങ് ഈ ഉണ്ണി അടിഭാഗത്ത് വരത്തക്ക രീതിയിൽ കമത്തിയായിരുന്നു വെക്കേണ്ടത് കേട്ടോ. ഞാൻ മിക്കവാറും ഇങ്ങനെയുള്ള ഓരോ അബദ്ധങ്ങളൊക്കെ കാണിക്കാറുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാൻ മുട്ട നേരെ അങ്ങ് വെച്ച് കൊടുത്തു കേട്ടോ. ആദ്യമേ മുട്ട കമത്തി വെക്കണം എന്ന് പറയുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ മുട്ട പൊളിച്ച് കഴിയുമ്പോഴേ ഈ ഉണ്ണി പെട്ടെന്ന് ഇതിനുള്ളിൽ നിന്ന് അങ്ങ് പുറത്തേക്ക് വിട്ട് പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കമത്തി വെക്കണം എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ ഇത് നേരെ വെച്ച് കൊടുത്തിട്ട് ഒരു 2 മിനിറ്റിന് ശേഷം ഇതൊന്ന് കമത്തി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ കമത്തി ഇട്ട് കൊടുത്ത് കഴിയുമ്പം ഈ മസാല നമ്മുടെ ഉണ്ണിയുടെ ഇടയ്ക്കോട്ടും നമ്മുടെ ആ വെള്ളയുടെ ഉണ്ണിയുടെ ആ ഇടയ്ക്കോട്ടൊക്കെ അങ്ങ് മസാല ഒന്ന് പിടിച്ച് വന്നോളൂ. അതിന് വേണ്ടിയിട്ട് എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് തിളയ്ക്കാനായിട്ട് വെക്കുകയാണ്. എന്നിട്ട് ഇത് നല്ലപോലെ തിളച്ച് കഴിഞ്ഞപ്പോഴുണ്ടല്ലോ, ഞാൻ ഫ്രഷ് ക്രീമിന് പകരമായിട്ട് നമ്മുടെ പാലിൻ്റെ പാട കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. അപ്പം ഈ പാലിൻ്റെ പാട ചേർത്ത് കഴിഞ്ഞതിന് ശേഷം ഉണ്ടല്ലോ, ഇത് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഒരുപാട് അങ്ങ് ഇളക്കി കൊടുക്കരുത് കേട്ടോ. ഒരുപാട് അങ്ങ് ഇളക്കിയിട്ടുണ്ടെങ്കിൽ ഉണ്ണിയും മുട്ടയുടെ വെള്ളയെല്ലാം കൂടി അങ്ങ് വേറിട്ട് അങ്ങ് പോരുവേ. അപ്പം നല്ലപോലെ അങ്ങ് ഈ ക്രീം നല്ലപോലെ ഈ ചാറിനുള്ളിൽ അങ്ങ് ഇളക്കി യോജിപ്പിക്കണം എന്നുള്ളവർക്കാണെങ്കിൽ ഈ മുട്ട ചേർക്കണതിന് മുമ്പേ ക്രീം ചേർത്ത് കൊടുക്കാവേ. ഞാൻ അവസാനം ചേർത്ത് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് ഞാൻ ഈ മുട്ടയൊക്കെ ഒന്ന് നേരെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സെർവ് ചെയ്യണ നേരത്ത് ഈ മുട്ടയുടെ ഉണ്ണി വിട്ടു പോകാതിരിക്കാൻ വേണ്ടി. ഇങ്ങനെ കിടക്കുമ്പോൾ നമ്മൾ ആ മുട്ടയുടെ ഉണ്ണിയോട് കൂടി അങ്ങ് എടുക്കുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ്. തിളപ്പൊക്കെ മാറി കഴിയുമ്പോൾ സെർവ് ചെയ്യാം. അടിപൊളിയായിരുന്നു കേട്ടോ ഈ മുട്ടക്കറി. അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ ഒരു വെറൈറ്റി സംഭവമല്ലേ, അപ്പം എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. വേറെ കുറേ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് സമയമുള്ളതുപോലെയൊക്കെ ഒന്ന് കാണുക. അപ്പോൾ ഞാൻ ഉടനെ തന്നെ മറ്റൊരു വീഡിയോയുമായിട്ട് വരാം. ബൈ ബൈ.